നമസ്കാരം. 2014 നമ്മുടെ അഭിമാനമായ ISRO അവരുടെ മംഗൾയാൻ എന്ന ചൊവ്വ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യ മാറി. അത് ലോകരാജ്യങ്ങളിലെ പ്രമുഖ പത്രങ്ങളും മറ്റുമൊക്കെ വലിയ രീതിയിൽ വാർത്തയാക്കി. എന്നാൽ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് എന്ന ആ പത്രം, അവിടുത്തെ മനോരമ എന്നറിയപ്പെടുന്ന ആ പത്രം, നമ്മളെ കളിയാക്കുന്ന തരത്തിലൊരു കാർട്ടൂണായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. ഇതൊരു പശുവിനെയും പിടിച്ചുകൊണ്ടൊരു ഇന്ത്യൻ കർഷകൻ ഈ എലൈറ്റ് സ്പേസ് ക്ലബിൻ്റെ വാതിലിൽ ഇങ്ങനെ നോക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു ചിത്രവും കൊടുത്തിട്ടാണ് അവർ നമ്മളെ കളിയാക്കിയത്. അന്ന് തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അതിനെതിരെ ഉണ്ടായിരുന്നു. പിന്നീട് 2017 നമ്മുടെ ISRO തന്നെ ഒരൊറ്റ വിക്ഷേപണത്തിൽ 100-ൽ പരം, ഏതാണ്ട് 107ഓളം ഉപഗ്രഹങ്ങൾ വിജയകരമായിട്ട് വിക്ഷേപിക്കുകയുണ്ടായി. അതിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അടക്കമുള്ള ഉപഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ അതിന് തിരിച്ച്, അതായത് ആ കാർട്ടൂണിന് മറുപടിയായിട്ട് തിരിച്ച് ചില കാർട്ടൂണും തിരിച്ച് ഇവിടെ നിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയും പത്രങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതായത് നമ്മുടെ മുന്നിൽ ഈ ക്ലബിനകത്ത് നമ്മളിരിക്കുന്നു, ഇന്ത്യ ഇരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ വാതിലിൽ വന്ന് മുട്ടുന്ന ഈ ചെറിയ ഉപഗ്രഹങ്ങളും റോക്കറ്റും ഒക്കെ കയ്യിലെടുത്തുകൊണ്ട് മുട്ടുന്ന സായിപ്പിൻ്റെയൊക്കെ ചിത്രം കൊടുത്തിട്ടാണ് അന്ന് അവർ തിരിച്ച് ഈ കാർട്ടൂണിന് മറുപടിയായിട്ട് കൊടുത്തത്. പക്ഷേ അതൊക്കെ ഒരു പരിധിയുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു എന്ന് വെക്കാം ആ ഒരു മറുപടിക്ക്. എന്നാൽ ഇപ്പോൾ കൊടുത്തതാണ് സായിപ്പ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള പണി. ഇതാണ് കാലം ഒന്നിനും കണക്ക് പറയാതെ കടന്നു പോവില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇപ്പോൾ കുറേ കാലമായിട്ട്, കുറേ ദിവസമായിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടൻ്റെ, സംഭവം ബ്രിട്ടൻ്റെ ആണെങ്കിലും അത് ഉണ്ടാക്കിയിരിക്കുന്ന അമേരിക്കയാണ്, F-35 എന്ന യുദ്ധവിമാനം അവിടെ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അത് തിരിച്ചു പോകാനൊരു മാർഗ്ഗമില്ല, റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഇതിനെപ്പറ്റി ഗൗരവപരമായിട്ടുള്ള വാർത്തകളും മറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന തരത്തിൽ അതിനെ റിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള കുറേ ട്രോളുകൾ വന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ കേരള ടൂറിസം വകുപ്പ് അവരുടെ ഔദ്യോഗിക പേജിൽ തന്നെ പരസ്യമായിട്ട് തന്നെ ഇതിൻ്റെ ചിത്രവും വെച്ചിട്ട് കൊടുക്കുന്നു. കേരളത്തിൽ വരുന്നവർക്ക് അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തോന്നാറില്ല, അല്ലെങ്കിൽ പറ്റില്ല, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല. അതൊരു ടൂറിസം പ്രൊമോഷൻ എന്ന തരത്തിൽ സതുദ്ദേശത്തോടു കൂടി ഇതിനെ ഒരു പരസ്യമായിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ മിൽമ ഈ F-35 വെച്ചിട്ട് പരസ്യം കൊടുക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല, ട്രോളന്മാർ കൊടുത്ത പണിയാണ്. 8ൻ്റെ അല്ല 16ൻ്റെ പണി എന്ന് പറയാം. ശരിക്കും ഒരുപക്ഷെ വയാഗ്ര ഇത് അറിഞ്ഞു കാണത്തില്ല. പക്ഷേ വയാഗ്രയുടെ പരസ്യം പോലെയാണ് ഈ സംഗതി അവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കുന്നത്. എന്താ പൊങ്ങുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ് വയാഗ്രയുടെ പരസ്യം ഒക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഈ F-35 എന്ന ഈ വിമാനം കാണിച്ചിട്ട്, അതിൻ്റെ പടവും കാണിച്ചിട്ട് എന്താ പൊങ്ങുന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു ട്രോളെന്ന് പറഞ്ഞാൽ. എന്തായാലും സായിപ്പ് 10-11 വർഷം മുമ്പ് നമ്മളെ ട്രോൾ ചെയ്യുന്നു എങ്കിൽ അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവർക്കും അതിൻ്റെ 10 മടങ്ങായിട്ട് തിരിച്ച് കിട്ടുമെന്ന്. ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം ഈ F-35 എന്നത് അമേരിക്കയുടെ 5ാം തലമുറ വിമാനമായിട്ട് അവർ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനം ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് പൊക്കി തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ അത് വാർത്തയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലെ ട്രോൾ മെറ്റീരിയലായിട്ട്. മാത്രമല്ല CATU ടീമൊക്കെ വന്നിട്ട് ഇതിന് നോക്കുകൂലി ചോദിക്കുന്നതായിട്ടുള്ള ട്രോളുകളും മറ്റുമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ചുരുക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നാണം കെട്ട് നിൽക്കുകയാണ് ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയും എന്ന് പറഞ്ഞാലും അതിലൊട്ടും അതിശയോക്തിയില്ല. ഇതാണ് കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും കിട്ടും എന്ന് പറയുന്നതിൻ്റെ സാരം.